بسم الله الرحمن الرحيم. فلما رأوا بأسنا قالوا آمنا بالله وحده وكفرنا بما كنا به مشركين فلم يك ينفعهم إيمانهم لما رأوا بأسنا سنة الله التي قد خلت في عباده وخسر هنالك الكافرون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1651 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഗാഫിറിലെ അവസാനത്തെ 84, 85 എന്നീ 2 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما رأوا بأسنا قالوا آمنا بالله وحده وكفرنا بما كنا به مشركين فلم يك ينفعهم إيمانهم لما رأوا بأسنا سنة الله التي قد خلت في عباده وخسر هنالك الكافرون. صدق الله العلي العظيم. സൂറത്ത് ഗാഫിറിലെ അവസാനത്തെ 2 ആയത്തുകളാണ്. എന്ന് വെച്ചാൽ 84, 85 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തോടെ സൂറത്ത് ഗാഫിറിന്റെ പഠനം നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ 82, 83 ആയത്തുകൾ, അവയും ഈ ഇപ്പോൾ ഞാൻ ഓതി കേൾപ്പിച്ചിട്ടുള്ള ഈ അവസാനത്തെ 2 ആയത്തുകളും ചേർന്നുകൊണ്ട് ഈ സൂറത്തിന്റെ ഒരു ഉപസംഹാരം എന്ന വിധത്തിൽ അത് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു വിവരണം നൽകപ്പെടുന്ന ആയത്തുകളായിട്ട് മനസ്സിലാക്കാം. ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിലായിട്ട് അള്ളാഹു മക്കയിലെ നിഷേധികളെയാണ് മുഖ്യമായിട്ട് അഭിസംബോധന ചെയ്യുന്നത്. അവരോടായിട്ട് ചോദിക്കുന്നത്, പരോക്ഷമായിട്ട് ചോദിക്കുന്നത്, അഫലം യസീറു ഫിൽ അർദി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം. ഭൂമിയിലൂടെ അവര് സഞ്ചരിക്കുകയുണ്ടായിട്ടില്ലേ? എന്നിട്ട് അവർക്ക് മുമ്പുള്ള സമൂഹങ്ങളുടെ ഒടുക്കം, അവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന കാര്യം അവർക്ക് കാണാൻ സാധിക്കുകയും ഉണ്ടായിട്ടില്ലേ എന്നതാണ് അവിടെ ഉന്നയിക്കപ്പെട്ട ഒരു പരോക്ഷമായ ചോദ്യം. അങ്ങനെ അവർക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന പഴയകാലത്തെ സമൂഹങ്ങൾ, ചരിത്രത്തിന്റെ അവശിഷ്ടങ്ങൾ വെച്ചുകൊണ്ട് അവരെ പരാമർശിക്കുമ്പോൾ, അവരെ മനസ്സിലാക്കുമ്പോൾ, ഇവരെക്കാളേറെ ആൾബലമുണ്ടായിരുന്നവരും അതുപോലെ കരുത്തും ശക്തിയും ഒക്കെ ഉണ്ടായിരുന്നവരുമായിരുന്നു. അങ്ങനെ ദൈവിക നടപടി ഏറ്റുവാങ്ങേണ്ടി വന്ന, വളരെ ദാരുണമായ പര്യവസാനം ഏറ്റുവാങ്ങേണ്ടി വന്ന ആ സമൂഹങ്ങൾ, അവര് ഭൂമിയിൽ വലിയ സ്വാധീനം ഉള്ളവരായിരുന്നു. വലിയ അടയാളങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് കടന്നുപോയവരുമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അവരുടെ ജീവിത പ്രയത്നങ്ങളിലൂടെ അവര് സമ്പാദിച്ചുണ്ടാക്കിയതും നേടിയതും ഒന്നും തന്നെ അവർക്ക് പ്രയോജനകരമാവുകയുണ്ടായില്ല. അള്ളാഹുവിന്റെ നടപടി ഉണ്ടായപ്പോൾ അവരുടെ സമ്പാദ്യങ്ങളും അവരാർജിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന സംഗതികളൊന്നും തന്നെ അവർക്ക് പ്രയോജനപ്പെടുകയുണ്ടായില്ല. അള്ളാഹുവിന്റെ നടപടിയുടെ മുന്നിൽ
നിസ്സഹായരായി നിലകൊള്ളാൻ മാത്രമാണ്, ആ നടപടി ഏറ്റുവാങ്ങുക എന്നത് മാത്രമാണ് അവർക്ക് സാധിക്കുകയുണ്ടായത് എന്നാണ് അവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായത്. അവരുടെ അടുക്കിലേക്ക് അള്ളാഹുവിന്റെ ദൂതന്മാര് തെളിവുകളുമായി സാക്ഷ്യങ്ങളുമായി ഒക്കെ വന്ന ഘട്ടത്തില് അവര് തങ്ങളുടെ അടുക്കലുണ്ടായിരുന്ന അറിവിന്റെയും നേട്ടങ്ങളുടെയും ഒക്കെ പേരിൽ അഹന്ത കാണിക്കുകയും നിഗളിക്കുകയും ഒക്കെയാണ് ചെയ്യുകയുണ്ടായത്. അതിന്റെ ഫലമായിട്ടാണ് അവര് ഏതൊരു ദൈവിക നടപടിയെയാണോ പരിഹസിച്ചു കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാര് അവർക്ക് താക്കീതായിട്ട് എന്ത് ദൈവിക നടപടിയെ കുറിച്ചാണോ അവരെ ഉണർത്തിയിട്ടുണ്ടായിരുന്നത്, ആ കാര്യം തന്നെ അത് അവര് പരിഹസിക്കുകയായിരുന്നു, അതിനെ നിസ്സാരമായി കാണുകയായിരുന്നു. അതേ സംഗതി അവരുടെ മേൽ വന്ന് ഭവിക്കുകയാണ്. അത് അവരെ നാലുപാട് നിന്നുമായി വലയം ചെയ്യുകയായിരുന്നു എന്നതാണ് അള്ളാഹു തുടർന്ന് വ്യക്തമാക്കുകയുണ്ടായത്. വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഇങ്ങനെയാണ് അവരുടെ അന്ത്യത്തെക്കുറിച്ച്, അവർക്ക് എന്തു വിധത്തിലുള്ള പര്യവസാനമാണ് ഉണ്ടായത് എന്ന കാര്യം പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്. ഈ ആളുകളുടെ നിലപാട് ആ നിഷേധത്തിന്റെ സ്വഭാവത്തില് ഒടുക്കം വരെ നിലനിൽക്കുകയുണ്ടായിട്ടില്ല. ആ നിലപാടിൽ അവര് മാറ്റം വരുത്തേണ്ടി വന്നു. ആ മാറ്റം വരുത്തിയ കാര്യം എന്ത് തരത്തിലാണ്, അത് എപ്പോഴാണ് അവര് ആ മാറ്റത്തിന് സന്നദ്ധരായത്, അങ്ങനെയുള്ള മാറ്റം കൊണ്ട് അവർക്ക് എന്ത് പ്രയോജനമുണ്ടായി തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് അള്ളാഹു വിവരിക്കുന്നത്. പിന്നിട്ട സമൂഹങ്ങളുടെ ആസാറുകൾ വിലയിരുത്താൻ സാധിക്കുന്ന വിധത്തിൽ ഇവർ ഭൂമുഖത്തൂടെ സഞ്ചരിക്കുന്നില്ലേ? അവര് പൂർവിക സമൂഹങ്ങളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്നത് മനസ്സിലാക്കാൻ അവർക്ക് അത്തരം യാത്രകൾ പ്രയോജനം ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ്, എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഉപസംഹാരത്തിന്റെ ഭാഗം ആരംഭിച്ചത് എന്നത് നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ ഈ ആളുകൾ കടുത്ത നടപടികളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നതും അവിടെ സൂചിപ്പിക്കപ്പെട്ടുവെങ്കിലും അവരുടെ നിലപാടുകളിൽ എപ്പോഴാണ് ശ്രദ്ധേയമായ മാറ്റമുണ്ടായത്, അതുകൊണ്ട് എന്ത് ഫലമുണ്ടായി എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് തുടർന്ന് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന ആയത്തുകളിലായിട്ട് പരാമർശിക്കപ്പെടുന്നത്. നമുക്ക് ഈ രണ്ടായത്തുകൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഫലമ്മ റഅൗ ബഅസന, അങ്ങനെ ഈ സമൂഹങ്ങൾ, പ്രവാചകന്മാരും ദൈവിക സന്ദേശമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്ന ഈ സമൂഹങ്ങൾ, അവരിലേക്ക് ആ ദൈവിക സന്ദേശം എത്തിയപ്പോ തങ്ങളുടെ തന്നെ കൈകളിൽ ഉണ്ടായിരുന്ന, തങ്ങളുടെ തന്നെ വശമുണ്ടായിരുന്ന അവരുടെ അറിവിന്റെ പേരിൽ, അവരുടെ ഇൽമിന്റെ പേരിൽ അവര് പൊങ്ങച്ചം കാണിച്ചുകൊണ്ട് ഒരുതരം അഹന്തയില് കഴിയുകയാണ് ഉണ്ടായത്. പ്രവാചകന്മാരും മുഖേന അള്ളാഹു അവർക്കായി പകർന്നു കൊടുത്ത ദൈവിക ജ്ഞാനത്തിന്റെ, ദൈവിക മാർഗദർശനത്തിന്റെ പ്രയോജനം നേടുന്ന ഒരു നിലപാടല്ല അവര് സ്വീകരിച്ചത്. അവര് നിഗളിപ്പിലായിരുന്നു. പ്രവാചകന്മാരെ, അവരുടെ താക്കീതുകളെ ഒക്കെ പരിഹസിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവർക്ക് ഒടുക്കം അവരെന്തിനെയാണോ പരിഹസിച്ചിരുന്നത് അത് ഏറ്റുവാങ്ങുന്നവരായിട്ട് അവർ മാറുന്നത്. അവരുടെ പര്യവസാനം വളരെ ദുരന്തപൂർണമായ വിധത്തിലാണ് ഉണ്ടാവുന്നത്. എന്നിട്ട് പക്ഷെ ആ ദുരന്തം എത്രത്തോളം വ്യാപ്തിയുള്ളതാണ്, ആ ദുരന്തം കണ്ടു തുടങ്ങിയപ്പോ അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ നോക്കുക. ഫലമ്മ റഅൗ ബഅസന, നമ്മുടെ നടപടി, നമ്മുടെ ശിക്ഷ അവരുടെ കാര്യത്തില്
വന്നു ചേരുന്നതിന്റെ ലക്ഷണം അവർ കണ്ടപ്പോ, അതവർക്ക് കാണാൻ സാധിച്ചപ്പോ, ഫലമ്മാർ ഔ അവര് കാണുകയുണ്ടായപ്പോ, ബഅ്സന നമ്മുടെ നടപടികൾ, നമ്മുടെ ശിക്ഷാ നടപടികളുടെ അടയാളങ്ങൾ, ലക്ഷണങ്ങൾ വന്നു തുടങ്ങിയത് അവർ കണ്ടപ്പോ, ഖാലൂ അത് കണ്ടപ്പോഴേക്ക് അവര് വിലപിച്ച് കരയാൻ തുടങ്ങി. അവര് മനസ്സറിഞ്ഞ് പറയാൻ, പ്രഖ്യാപിക്കാനൊക്കെ മുതിർന്നു. എന്താണ് പറയുന്നത്? ആമന്നാ ബില്ലാഹി വഹദ, ഏകനായ പങ്കുകാരനില്ലാത്ത അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവരുറക്കെ വിളിച്ചു പറയുന്നവരായി മാറി. അള്ളാഹുവിന്റെ നടപടി പ്രവാചകന്മാര് താക്കീത് ചെയ്തിരുന്ന ആ നടപടി വന്നു ചേരുന്നതിന്റെ ലക്ഷണം കണ്ടതോടെ അവരാർത്ത് വിളിച്ച് കരയാനും ഞങ്ങള് ഏകനായ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാനും ഒക്കെ അവര് മുതിർന്നു. വഖഫർനാ ബിമാ കുന്നാ ബിഹി മുശ്രിക്കീൻ, ഏതൊന്നിനെയാണോ ഞങ്ങള് അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട്, അള്ളാഹുവിന്റെ പങ്കാളികളായി പരിഗണിച്ചുകൊണ്ട് കൊണ്ടു നടന്നിരുന്നത്, അതിനെയൊക്കെയും ഞങ്ങൾ നിരാകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നും അവര് ആ ഘട്ടത്തിൽ പ്രഖ്യാപിക്കുകയാണ്. സൂറത്തുൽ ബഖറയില് 256 ആയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ് ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലം ഫിസാമ ലഹ. അപ്പൊ അല്ലാഹുവിടെ പറഞ്ഞിരിക്കുന്നത്, അള്ളാഹുവിന്റെ ദീനില് ആരെയും വല്ല സംഗതിക്കും നിർബന്ധിക്കുന്ന വിഷയമില്ല. ഒരു കൂട്ടരെ അല്ലെങ്കിൽ ആരെയെങ്കിലും നിർബന്ധിച്ച് ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന പരിപാടി ഇസ്ലാമിലില്ല. മറിച്ച് കാര്യങ്ങള് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ വ്യക്തമാവണം. അതാണ് അള്ളാഹുവിന്റെ സംവിധാനം, അള്ളാഹു വെച്ചിട്ടുള്ള രീതി. ഇനി അങ്ങനെ സത്യവും അസത്യവും വ്യക്തതയോടുകൂടി, തെളിമയോടുകൂടി വ്യക്തമായതിനു ശേഷം ആരാണോ താഗൂത്തിനെ നിരാകരിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നത്, അവൻ വളരെ ശക്തമായ ഒരു പിടിവള്ളിയിലാണ്, ഒരു പാശത്തിലാണ് പിടിച്ചിരിക്കുന്നത്. അതൊരിക്കലും മുറിഞ്ഞു പോവുകയില്ല. ഇതാണ് അവിടെ പറയുന്നത്. ഈ ആളുകള് ദൈവിക ശിക്ഷാ നടപടി സംഭവിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടപ്പോ ആർത്തു കരഞ്ഞുകൊണ്ട് പറയുന്ന കാര്യം അതാണ്. ഒന്ന് കേട്ടു നോക്കൂ. ആമന്നാ ബില്ലാഹി വഹിദ, അവര് പറയുന്നത് ഇതാണ്, ഏകനായ അള്ളാഹുവിൽ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഒരു വിലപിക്കുന്ന വിധത്തിൽ അവര് വിളിച്ചു പറയുകയാണ്. വഖഫർനാ ബിമാ കുന്നാ ബിഹി മുശ്രിക്കീൻ, ഏതൊന്നായിരുന്നോ ഞങ്ങള് അള്ളാഹുവിൽ പങ്കാളികളായിട്ട് കണ്ടുകൊണ്ട്, അള്ളാഹുവിന്റെ ശരീക്കുകളായിട്ട് ഞങ്ങൾ കൊണ്ടു നടന്നിരുന്നത്, അതിനെയൊക്കെയും ഞങ്ങൾ നിരാകരിക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന് നൽകപ്പെടേണ്ട ആ വിധേയത്വവും കീഴ്പ്പെടലും മറ്റൊരാൾക്ക് നമ്മൾ നൽകുന്നുവെങ്കിൽ, അങ്ങനെ ആർക്കാണോ ആ വിധേയത്വം നൽകുന്നത് അത് അവരാവശ്യപ്പെടുന്നു അല്ലെങ്കിൽ തൃപ്തിയോടെ സ്വീകരിക്കുന്നുവെങ്കിൽ അങ്ങനെ ഒരാളാണ് താഗൂത്ത് എന്ന് പറയുന്നത്. അത് ഒരിക്കലും തന്നെ എന്തെങ്കിലും രൂപങ്ങളോ വിഗ്രഹങ്ങളോ അതുപോലെയുള്ള സംഗതികളോ സ്വതന്ത്രമായിട്ട് അങ്ങനെയല്ല. മറിച്ച് വിഗ്രഹങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, രൂപങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് അവര് ഒരു ശക്തിയായി മാറുകയും അധികാരം കൈയാളുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു ഹ്യൂമൻ ഫേസ് അവർക്കുണ്ടാകും. മനുഷ്യര് അല്ലെങ്കിൽ ഷയാത്തീന്മാര് ഒക്കെയാണ് ഈ ഒരു റോളിൽ അള്ളാഹുവിന് ബദലായിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്ഥാനം ഒക്യുപ്പൈ ചെയ്യുന്നവരായിട്ട് ആ വിധത്തിൽ ജനങ്ങളിൽ സ്വാധീനമുണ്ടാക്കി ജനങ്ങളുടെ ആരാധ്യന്മാരായിട്ട് മാറുന്നത്. അത് കല്ലുകൊണ്ടോ മരം കൊണ്ടോ ലോഹം കൊണ്ടോ ഒന്നും ഉണ്ടാക്കിയ വിഗ്രഹം സ്വമേധയാ ആവുന്നതല്ല. അതൊക്കെ പലപ്പോഴും വേറെ ചില താല്പര്യങ്ങളുടെ ആളുകൾക്കായിട്ട് അവരെ
പൂജിക്കപ്പെടുന്നവരും അനുസരിക്കപ്പെടുന്നവരും ജനങ്ങളുടെ മേൽ പൂർണ്ണമായി ആധിപത്യം ചെലുത്തുന്നവരും ഒക്കെ ആയിട്ട് അവർക്ക് കയറിയിരിക്കാൻ വേണ്ടിയുള്ള ചില മാധ്യമങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തില് ഈ വിഗ്രഹങ്ങളും ബിംബങ്ങളും ഒക്കെ തന്നെ. അതിനെ മുൻനിർത്തിക്കൊണ്ടേ ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള താഗൂത്തുകളെ കൈവെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെടാൻ, പൂർണ്ണമായിട്ട് അള്ളാഹുവിന് സമർപ്പിക്കാൻ സന്നദ്ധരാവുക എന്നതാണ് ഒരു വിശ്വാസ മാർഗത്തിലേക്ക് കടന്നു വരുന്ന ഒരാൾ ചെയ്യാനിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അയാൾ വളരെ ശക്തമായ ഒരു പിടിവള്ളിയുള്ളവനായി മാറുന്നത്. വളരെ ശക്തമായ ഒരു പാശത്തിൽ പിടിക്കുന്ന, മുറിഞ്ഞു പോകാത്ത, അറ്റുപോകാത്ത ഒരു കയറിൽ പിടിക്കാൻ കഴിയുന്ന ഒരാള്, അങ്ങനെയുള്ള ഒരാൾ. അയാള് താഗൂത്തിനെ പൂർണ്ണമായിട്ട് കൈവെടിയും അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവന് സമർപ്പിക്കും. ഈ ആളുകള് ഇത്രയും കാലം പ്രവാചകന്മാരുടെ സാന്നിധ്യത്തിൽ അവരെ തള്ളിക്കളയുകയും അവര് താക്കീത് ചെയ്ത കാര്യങ്ങളെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ഈ ആളുകൾ ഏതൊരു ദൈവിക നടപടിയെക്കുറിച്ചാണോ അവരോട് പ്രവാചകന്മാര് താക്കീത് ചെയ്തിരുന്നത്, ആ കാര്യം സത്യമായി പുലരുന്നതിന്റെ ലക്ഷണം കാണാൻ കഴിയുമ്പോൾ അതോടെ ഇവര് ആർത്ത് കരയുന്നവരായി മാറും. വിലപിച്ച് കരഞ്ഞുകൊണ്ട് അവർ പറയുന്ന കാര്യം ഇതാണ്: ആമന്ന ബില്ലാഹി വഹദ വകഫർന ബിമാ കുന്ന ബിഹി മുശ്രിക്കീൻ. ഏകനായ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ അവനിൽ പങ്കാളികളായി കൊണ്ട് നടന്നിരുന്നതിനെ കൈവെടിയുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അത് പറയുന്ന സമയം അള്ളാഹുവിന്റെ ബഅ്സ് അവരെ തേടി എത്തിയ ഘട്ടത്തിലാണ്. അള്ളാഹുവിന്റെ ശിക്ഷാ നടപടി അവരുടെ കാര്യത്തില് നടപ്പാക്കപ്പെടുന്നതിന്റെ ലക്ഷണം കണ്ട സന്ദർഭത്തിലാണ്. ഇങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിച്ച സമൂഹങ്ങളുടെ കൂട്ടത്തില് വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത് ഒരേ ഒരു സമൂഹം മാത്രമാണ് ശിക്ഷയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതിന് ശേഷം രക്ഷ പ്രാപിക്കുന്നത്, അവരുടെ തെറ്റുകൾ തിരുത്തുകയും അത് അല്ലാഹു അംഗീകരിക്കുകയും അവർക്ക് രക്ഷാമാർഗം തുറന്നു കൊടുക്കുകയും ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് യൂനുസ് അലൈഹിസ്സലാമിന്റെ സമൂഹമാണ്. അവര് മാത്രമാണ് ശിക്ഷാ നടപടികൾ സ്വീകരിക്കപ്പെടുകയും അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയും ചെയ്തതിന് ശേഷം പശ്ചാത്തപിച്ച് മടങ്ങുകയും അള്ളാഹു അത് സ്വീകരിക്കുകയും അവർക്ക് രക്ഷാമാർഗം തുറന്നു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള അനുഭവം ഉള്ള ഒരേ ഒരു സമൂഹം. ഖുർആൻ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ പിന്നിട്ട ഭാഗങ്ങളിൽ അത് ആ ആയത്തുകൾ വിശദമായി പഠിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അവിടെ ആ സമൂഹത്തിന്റെ കാര്യത്തില് അള്ളാഹു അവരുടെ പശ്ചാത്താപം അംഗീകരിക്കുന്നതും അവർ തെറ്റ് തിരുത്തുന്നതും ഒക്കെ അതിനൊരു പ്രത്യേകമായ കാരണമുണ്ട്. അവരിലേക്ക് അയക്കപ്പെട്ടിരുന്ന പ്രവാചകൻ യൂനുസ് അലൈഹിസ്സലാം ദൈവിക ദൗത്യം നിർവഹിക്കുന്നതിനിടക്ക് അള്ളാഹുവിന്റെ നിർദ്ദേശം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അക്ഷമ കാണിച്ചുകൊണ്ട് ആ ദൗത്യം അള്ളാഹു ഉദ്ദേശിച്ച വിധത്തില് പൂർത്തീകരിക്കാതെ ശിക്ഷാ നടപടികൾക്ക് സമയമായിരിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് ആ നാട്ടുകാരെ ഉപേക്ഷിച്ച് നാട് വിട്ടുപോയി കളയുകയാണ്. അപ്പൊ ആ ദൗത്യ നിർവഹണം അതിന്റെ പൂർണ്ണമായ വിധത്തിൽ നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്ന അള്ളാഹുവിന്റെ തീരുമാനം കാരണമായി അവരുടെ ആ മേലുള്ള ശിക്ഷാ നടപടികളുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയപ്പോ തന്നെ അവര് പശ്ചാത്തപിച്ച് മടങ്ങുകയുണ്ടായപ്പോ അള്ളാഹു അത് അംഗീകരിക്കുകയും യൂനുസ് അലൈഹിസ്സലാമിനെ അവരുടെ അടുക്കിലേക്ക് തിരികെ എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ചരിത്രം. അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്ന അവര് ന്യായമായും അർഹിക്കുന്ന ദൈവിക ശിക്ഷ അവരിലേക്ക് വന്നു ചേരുന്ന ആദ്യ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയപ്പോ ഈ ആളുകൾ ഫലമ്മാ റഅൗ ബഅ്സന, നമ്മുടെ ശിക്ഷാ നടപടികൾ അതിന്റെ ലക്ഷണങ്ങൾ കാണാനിടയായപ്പോ തന്നെ ഈ ആളുകൾ ഖാലു, കരഞ്ഞു പറയാൻ തുടങ്ങി, അല്ലെങ്കിൽ അവർ ഇങ്ങനെ പ്രഖ്യാപിക്കുകയുണ്ടായി. അവര് ഒരു വിലപിക്കുന്ന സ്വഭാവത്തോടു കൂടി ഞങ്ങൾ ഇതുവരെ അബദ്ധത്തിലായിരുന്നല്ലോ എന്ന കാര്യം
അഡ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ പറയുകയായി. ആമന്ന ബില്ലാഹി വഹ്ദഹു വകഫർന ബിമാ കുന്ന ബിഹി മുശ്രിക്കീൻ എന്നാണ് അവർ പറഞ്ഞത്. ഏകനായ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അവനോടൊപ്പം ഞങ്ങൾ ശരീക്കുകളായി കണ്ടവയെ ഞങ്ങൾ കൈയൊഴിയുകയും ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ ആളുകൾ. പക്ഷെ ആ പ്രഖ്യാപനം വരുന്നത് ദൈവിക ശിക്ഷ നടപടിയുടെ ലക്ഷണം പ്രത്യക്ഷമായ ആ ഘട്ടത്തിലാണ്. എന്നാൽ അത് അള്ളാഹു അംഗീകരിക്കുകയുണ്ടായോ? ഒരിക്കലും തന്നെ ആ ഒരു ഘട്ടത്തിലുള്ള പശ്ചാത്താപവും അള്ളാഹുവിനുള്ള സമർപ്പണവും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ളത്. പലയിടങ്ങളിലും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെയും അതിന്റെ ആ കാര്യം അള്ളാഹു, ആ നിലപാട് അള്ളാഹു വ്യക്തമാക്കുന്നത് കാണാം. ഫലം യഖു യൻഫഉഹും ഈമാനുഹും. തുടർന്ന് അവസാനത്തെ ആയത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്: അവർക്ക് അവരുടെ ആ വിശ്വാസം ഉപകരിച്ചതേ ഇല്ല. ഫലം യഖു യൻഫഉഹും ഈമാനുഹും. അവരുടെ ഈമാൻ, അവർ ഈ ഘട്ടത്തിൽ പ്രകടമാക്കിയ അവരുടെ വിശ്വാസം, അതൊരിക്കലും തന്നെ അവർക്ക് പ്രയോജനം ഉണ്ടാക്കിയില്ല. അതിന് യാതൊരു മൻഫഅത്തും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായില്ല. ലമ്മാ റഔ ബഅസന. നമ്മുടെ ബഅസിന്റെ ലക്ഷണങ്ങൾ, നമ്മുടെ ശിക്ഷാ നടപടിയുടെ അടയാളങ്ങള് അവർക്ക് കാണാനായപ്പോ അവര് പ്രകടിപ്പിച്ച ആ പശ്ചാത്താപം, അല്ലെങ്കിൽ അവര് പ്രകടിപ്പിച്ച ആ വിശ്വാസത്തിനുള്ള സന്നദ്ധത, അവരുടെ ഈമാൻ, അതൊന്നും അവർക്ക് പ്രയോജനപ്പെടുകയുണ്ടായില്ല. സുന്നത്തല്ലാഹില്ലത്തി ഖദ് ഖലത് ഫീ ഇബാദി. തന്റെ ദാസന്മാരുടെ സമൂഹത്തിൽ അള്ളാഹു ആവർത്തിച്ച് ഉടനീളം പിന്തുടർന്നു വരുന്ന നടപടിക്രമമാണത്. സുന്നത്തല്ലാഹില്ലത്തി ഖദ് ഖലത് ഫീ ഇബാദിഹി. തന്റെ ഇബാദുകളുടെ കാര്യത്തില് എല്ലാ കാലഘട്ടങ്ങളിലും അള്ളാഹു സ്വീകരിച്ചിരുന്ന ഒരു സുന്നത്താണ്, ഒരു നടപടിയാണിത്. അവർക്കൊരു അജല് നിശ്ചയിക്കുന്നു. ആ അജല് വരെ അവർക്ക് തീരുമാനമെടുക്കാനുള്ള സമയമുണ്ട്. ആ അജൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ കാര്യത്തിലുള്ള ദൈവിക നടപടി വന്നു ചേരുമ്പോ പിന്നീട് അവരിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളൊന്നും തന്നെ അംഗീകരിക്കപ്പെടാൻ പോകുന്നില്ല എന്നതാണ് അള്ളാഹുവിന്റെ സുന്നത്ത്. തന്റെ ഇബാദുകളുടെ കാര്യത്തിൽ അള്ളാഹു പിന്തുടരുന്ന ചര്യ അതാണ്. ആ ചര്യക്ക് മാറ്റമില്ല. യൂനുസ് അലൈഹിസ്സലാമിന്റെ സമൂഹത്തിന്റെ കാര്യത്തില് അള്ളാഹു അത് നടപ്പിലാക്കാതെ ഇരുന്നതിന്റെ കാര്യം, അവർക്ക് നിശ്ചയിക്കപ്പെട്ട അജല് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെട്ട വിധത്തിൽ നിർവഹിക്കപ്പെട്ടില്ല എന്നതിനാലും ആ സമൂഹം പശ്ചാത്തപിച്ച് മടങ്ങുകയും അള്ളാഹുവിനെ അംഗീകരിക്കുകയും ചെയ്യുന്നവരായി മാറുന്നതിന് അള്ളാഹു അവർക്ക് നിശ്ചയിച്ച സമയം എത്തുന്നതിന് മുമ്പ് തന്നെ സന്നദ്ധരായി എന്നതുമാണ് അതിന് കാരണം എന്നത് നമ്മൾ കാണുകയുണ്ടായി. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തോട് അള്ളാഹു പറയുന്നത്, നിങ്ങൾ ചരിത്രത്തിൽ കടന്നുപോയ സമൂഹങ്ങളെ കുറിച്ച് കാണുകയും മനസ്സിലാക്കുകയും നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന വിധത്തിൽ ഭൂമിയിലൂടെ സഞ്ചരിക്കുകയുണ്ടായിട്ടില്ലേ? അവർക്ക് അവരുടെ പര്യവസാനം എങ്ങനെയാണ് അനുഭവിക്കേണ്ടി വന്നത് എന്നത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടായിട്ടില്ലേ എന്നതാണ് ഉന്നയിക്കപ്പെട്ട ചോദ്യം. അങ്ങനെ ഈ സമൂഹങ്ങളിൽ പലരും അള്ളാഹുവിന്റെ നടപടി അവരുടെ മേൽ വന്നു ചേരുന്നു എന്നത് കാണാനിടയായപ്പോ അവര് ധൃതിപ്പെട്ടുകൊണ്ട് വിലപിക്കുന്ന വിധത്തിൽ പറഞ്ഞത് ഇക്കാര്യമാണ്: ആമന്ന ബില്ലാഹി വഹദ. ഏകനായ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വകഫർന. ഞങ്ങൾ തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു. ബിമാ കുന്ന ബിഹി മുശ്രിക്കീൻ. അവനോടൊപ്പം എന്തിനെയൊക്കെയാണോ നമ്മൾ പങ്കാളികളാക്കിയിരുന്നത് അതിനെയൊക്കെയും ഞങ്ങൾ നിരാകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതിന്റെ ഒരു വിശദീകരണമാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ നൽകപ്പെട്ടിട്ടുള്ളത്. ആ ആളുകള് ദൈവിക ശിക്ഷാ നടപടിയുടെ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ സന്നദ്ധരായി. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഏകനായ റബ്ബായിട്ട് അംഗീകരിക്കാനും
അല്ലാഹു അല്ലാത്ത അവര് ദിവ്യത്വമുള്ളതായി കൊണ്ട് നടന്നിരുന്ന ആളുകളെ പൂർണ്ണമായിട്ട് കൈവെടിയാനും അവര് സന്നദ്ധരായി. പക്ഷെ അവരത് ചെയ്യുന്നത് അവർക്ക് അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞതിനെ തുടർന്നാണ് എന്നതാണ് ഇവരുടെ കാര്യത്തില്, അല്ലെങ്കിൽ ഈ സമൂഹങ്ങളുടെ കാര്യത്തില് വസ്തുത. അത് കാരണമായി അള്ളാഹുവിന്റെ നടപടി അവരുടെ കാര്യത്തിലും ബാധകമായി. സുന്നത്തല്ലാഹില്ലത്തി ഖദ് ഖലത് ഫീ ഇബാദിഹി, തന്റെ ദാസന്മാരുടെ സമൂഹങ്ങളിൽ അള്ളാഹു പിന്തുടർന്നു വരുന്ന ദൈവിക നടപടി അത് തന്നെയാണ് ഇവരുടെ കാര്യത്തിലും അംഗീകരിക്കപ്പെട്ടതും നടപ്പിലാക്കപ്പെട്ടതും. അതെന്താണ്? അവരുടെ അജല് കഴിഞ്ഞതിന് ശേഷമുള്ള പശ്ചാത്താപവും അള്ളാഹുവിന് സമർപ്പിക്കുന്ന അവരുടെ നടപടിയൊന്നും അംഗീകരിക്കപ്പെടുകയില്ല എന്നതാണ് അക്കാര്യത്തില് അള്ളാഹു പിന്തുടർന്നു വരുന്ന അവന്റെ സുന്നത്ത്, അവന്റെ നടപടിക്രമം. അപ്പോ ഫലം യഖു യൻഫഉഹും ഈമാനുഹും, അവരുടെ ഈ വിശ്വാസം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. ലമ്മ റഔ ബഅസന, നമ്മുടെ ബഅസ്, നമ്മുടെ ശിക്ഷാ നടപടി അവരുടെ കാര്യത്തിൽ അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയപ്പോ അവര് കാണിച്ച ഈ വിശ്വാസ സന്നദ്ധതയുണ്ടല്ലോ, അത് അവർക്ക് ഉപകരിച്ചില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. കാരണം സുന്നത്തല്ലാഹില്ലത്തി ഖദ് ഖലത് ഫീ ഇബാദിഹി, തന്റെ ദാസന്മാരുടെ കാര്യത്തില്, മനുഷ്യ സമൂഹങ്ങളുടെ കാര്യത്തില് അള്ളാഹു പിന്തുടരുന്ന ദൈവിക നടപടി അങ്ങനെയാണ്. അജലെത്തിയതിന് ശേഷം ആരെങ്കിലും വിശ്വാസം ഉൾക്കൊള്ളുന്നവരാകുന്നുവെങ്കിൽ അത് അംഗീകരിക്കപ്പെടുകയില്ല എന്നതാണ് ദൈവിക നടപടി. വഖസിറ ഹുനാലിക അൽ കാഫിറൂൻ, അതോടെ ആ നിഷേധികൾ നഷ്ടകാരികളായി മാറുകയും ചെയ്തു. വഖസിറ ഹുനാലിക, നഷ്ടം ഏറ്റുവാങ്ങിയവരായി മാറി, പരാജയം ഏറ്റുവാങ്ങിയവരായി മാറി. ആരാണ്? ആ ഘട്ടത്തിൽ അവിടെ തന്നെ അൽ കാഫിറൂൻ, അതുവരെ നിഷേധികളായി കഴിഞ്ഞിരുന്ന ആ സമൂഹം ഉണ്ടല്ലോ, അവര് അതോടെ അള്ളാഹു അവരെ അവരുടെ പശ്ചാത്താപവും അവരുടെ വിശ്വാസവും അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്നതോടെ അവര് നഷ്ടമേറ്റുവാങ്ങിയവരായി മാറി എന്നാണ് ഇവിടെ അള്ളാഹു തുറന്നു പറയുന്നത്. മക്കയിലെ ആളുകൾക്കുള്ള ഒരു ശക്തമായ ഭാഷയിലുള്ള താക്കീതാണ് ഈ സൂറത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ അതിലെ ഈ കൺക്ലൂഡ് ചെയ്യുന്ന, ഉപസംഹരിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ അടങ്ങിയ ആയത്തുകളിൽ ഉൾപ്പെടെയുള്ളത് എന്നത് കാണാൻ സാധിക്കും. നിങ്ങൾക്കും പിന്നിട്ട സമൂഹങ്ങളെ പോലെ തന്നെ അള്ളാഹു ഒരു അജല് നിശ്ചയിച്ചിട്ടുണ്ട്. ആ അജലിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ സത്യമാർഗം ഉൾക്കൊള്ളുന്നുവെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിന് സമർപ്പിക്കുകയും അതുപോലെ താഗൂത്തിനെ കൈവെടിയുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ അവസരമുണ്ട്. നിങ്ങൾ വിജയികളുടെ കൂട്ടത്തിൽ പെടും. മറിച്ച് അള്ളാഹുവിന്റെ ദൂതന്മാരെ പരിഹസിക്കുകയും തള്ളിക്കളയുകയും ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ അജല് പൂർത്തിയാകുന്നതോടുകൂടി നിങ്ങളുടെ കാര്യത്തിലും ദൈവിക നടപടി ഉണ്ടാവും. അത് അള്ളാഹുവിന്റെ പിന്തുടർന്നു വരുന്ന ഒരു നടപടിക്രമമാണ്. അത് ഇൻവയലബിൾ ആണ്. അള്ളാഹു അത് ലംഘിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല. ചരിത്രത്തിലെ ഒരേ ഒരു സംഭവം അങ്ങനെ ശിക്ഷയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതിന് ശേഷം ഒരു സമൂഹത്തിന് പശ്ചാത്തപിക്കാനും സത്യവിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് വരാനും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാനും സാധിച്ചിട്ടുള്ള ഒരേ ഒരു സമൂഹം യൂനുസ് അലൈഹി ഇസ്ലാമിൻ്റെതാണ്. അതിന് കാരണം യൂനുസ് അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ നിർദ്ദേശത്തിന് കാത്തു നിൽക്കാതെ ഒരു വീഴ്ച ചെയ്തു. വീഴ്ച അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി. അദ്ദേഹം ധൃതി പിടിച്ചുകൊണ്ട് നാട് വിട്ടേച്ചു പോയി. ദൗത്യം പൂർത്തീകരിക്കുന്നത്, അതിന്റെ അവസാന ഭാഗങ്ങൾ വരെ നിർവഹിക്കുന്നതിനായിട്ട് കാത്തു നിന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അള്ളാഹു ഒരു സമയം ദീർഘിപ്പിച്ചു കൊടുക്കുകയും യൂനുസ് അലൈഹി ഇസ്ലാമിന്റെ പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരികയുമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അപ്പോഴേക്ക് ദൈവിക നടപടിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ ആ ആദ്യഘട്ടത്തിൽ തന്നെ ആ നാട്ടുകാര് പശ്ചാത്താപ വിവശരായിട്ട് അള്ളാഹുവിന് വിധേയപ്പെടുന്നവരായി അവരുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരേ ഒരു സംഭവം. ഈ
അള്ളാഹുവിന്റെ ഈ നടപടിക്രമം ഇരിക്കെ തന്നെ ശിക്ഷയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ സന്ദർഭത്തിൽ പശ്ചാത്താപത്തിന് ഒരു അവസരം ലഭിക്കുകയുണ്ടായി എന്ന് പറയുന്ന ഒരേ ഒരു സംഭവം ഇത് മാത്രമാണ്. ഇതാണ് ഒരു താക്കീദിന്റെ രൂപത്തിൽ മക്കയിലെ ആളുകളെ അള്ളാഹു കേൾപ്പിക്കുന്നത്. അവരുടെ അവസരമാണ് പാഴായിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ കാര്യങ്ങളിൽ ശരിയായ വിധത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നവരായി മാറാം. സമയം അതിക്രമിക്കുന്നതിന് മുമ്പ് അവരുടെ നടപടികളിലേക്ക് നീങ്ങാം എന്ന വിധത്തിൽ അവർക്ക് അവരുടെ ചിന്തയെ തട്ടി ഉണർത്തുന്ന വിധത്തിലാണ് കാര്യങ്ങൾ ഇവിടെ വിശദമാക്കപ്പെട്ടിട്ടുള്ളത്. 85 ആയത്തുകൾ അടങ്ങിയ സൂറത്ത് ഗാഫിർ. ഈ സൂറത്തിന് അൽ മുഅ്മിൻ എന്നുകൂടി പേരുണ്ട് എന്ന കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായതാണ്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിക്കുകയുണ്ടായത്. ഈ സൂറത്തിന്റെ പഠനമാണ് നമ്മൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളും സമയം നമുക്ക് ഈ 2 സെഷൻസ് ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യോത്തരങ്ങൾക്കായിട്ട് മാറ്റിവെക്കാമെന്നാണ് കരുതുന്നത്. മിക്കവാറും 18-ാം തീയതി ബുധനാഴ്ച റംലാൻ 1 ആണ് എന്നത് അംഗീകരിക്കപ്പെടുന്ന ഒരു പൊതു പ്രവണത ഉണ്ടാവാൻ ഇടയുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ റംലാൻ ബുധനാഴ്ച ആരംഭിക്കുന്നതോടെ നമുക്ക് പുതിയ സൂറത്തിന്റെ പഠനം ആരംഭിക്കുകയും ചെയ്യാം എന്നാണ് കരുതുന്നത്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.